ഏപ്രിൽ 22-ന് ഭീകരാക്രമണത്തിന് ശേഷം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളിൽ ഓരോരുത്തരും. എവിടെയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആക്രമണവും പ്രത്യാക്രമണവും ഇന്ത്യ എങ്ങനെയാണ് തിരിച്ചടിക്കാൻ പോകുന്നത്, ഇങ്ങനെ കനത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഒരു അർദ്ധരാത്രിയിൽ ഇന്ത്യ കനത്തിൽ തന്നെ തിരിച്ചടിച്ചത്. അതിനുശേഷം അതിരാവിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞാടുകയായിരുന്നു ഇന്ത്യ തിരിച്ചടിച്ചു എന്ന സന്തോഷ വാർത്ത. 17 ഭീകരരെ കൊല്ലുകയും 9 ഭീകരാക്രമണങ്ങളുടെ താവളങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിന്റെ നെഞ്ചു തുളയ്ക്കുന്ന ഒരു മറുപടി ഇവിടെ വരുന്നുണ്ട്. ഒരു പ്രതികരണമാണത്. അതൊന്ന് കണ്ടു നോക്കാം. എന്റെ അമ്മ അടക്കമുള്ള ഭാര്യമാരുടെ സിന്ദൂരം മാറ്റിയ ഈ ഒരു തീവ്രവാദം, ഈ ഒരു ഓപ്പറേഷന് ഇത്രയും ഇതിനേക്കാൾ ആപ്റ്റ് ആയിട്ടുള്ള ഒരു നെയിം ഇല്ല എന്നാണ് എനിക്കും തോന്നുന്നത്. സോ ബിഗ് സല്യൂട്ട് ഫോർ ദാറ്റ് ഹു ഹാവ് ഡൺ ദിസ് ഓപ്പറേഷൻ. എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ നേരത്തെ ഇപ്പോൾ കുറെ പറഞ്ഞതുപോലെ തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് വന്ന ലോസ് എവിടെയും ആർക്കും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു രാവിലെ ഈ വാർത്ത കേട്ട് എഴുന്നേൽക്കുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റിലീഫ് ആൻഡ് എ വെരി കംഫർട്ടിംഗ് മൊമെന്റ്. നമ്മളായിട്ട് ഇപ്പൊ നമുക്ക് തീവ്രവാദികളെ പോയി തിരിച്ചു ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ ഒരു വാർത്ത ഇതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതും ഇതിങ്ങനെ നടന്നതിൽ സന്തോഷമുണ്ട്. ഇനിയും ഇങ്ങനത്തെ തീവ്രവാദങ്ങൾ ഇന്ത്യക്കും ഇന്ത്യയുടെ ഉള്ളിൽ നമ്മളെ പോലത്തെ ഇന്നസെന്റ് പീപ്പിളിനെതിരെ വരുന്നതിൽ ഇങ്ങനെ തന്നെ തിരിച്ചടിക്കണം എന്ന് ഞാൻ എന്റെ ഉറച്ച ശബ്ദത്തിൽ പറയുന്നു. എനിക്ക് പൗരയായിട്ട് തന്നെ പറയാനുള്ളൂ, എല്ലാ ഇന്ത്യക്കാരെ പോലെ ഞാനും ഈ മൊമെന്റില് ഇന്ത്യൻ ആയതിൽ വളരെയധികം അഭിമാനിക്കുന്നു. ഇത് കൂടുതൽ എനിക്കിനി ഒന്നും പറയാനോ ഇല്ല. അതിനെക്കുറിച്ച് പറയാനൊന്നും ഞാൻ ആളല്ല. എനിക്ക് അത്രയുള്ള ഇതൊന്നുമില്ല. ലൈക്ക് ആകെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ പോലത്തെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ മണ്ണിൽ നിന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു അറ്റാക്ക് വന്നത്. അവിടെ നിന്ന് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്ത്. അപ്പൊ അവിടെ പോയി കറക്റ്റ് ഈ ടെററിസ്റ്റ് ക്യാമ്പുകൾ പാകിസ്ഥാനിലെ കണ്ടുപിടിച്ച് ഈ 9 എണ്ണത്തിനെയും ഇല്ലാതാക്കിയതില് അതാണ് ഒരു കറേജിയസ് ഇതായിട്ട് കാണുന്നത്. മറ്റേത് ഭയങ്കര കവേർഡിഷ് ഓഫ് ദം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇന്നസെന്റ് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഒരു AK-47 കൊണ്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? അതൊരു വെരി കവേർഡ് ഓഫ് ദം. അപ്പൊ ഇതാണ് ഇന്ത്യ, ഇതാണ് ഞങ്ങളുടെ മറുപടി. അതെ, ഇതിലും ആപ്റ്റ് ആയിട്ടുള്ള പേര് ഇനി ഇല്ല. അപ്പൊ ആ പേര് സെലക്ട് ചെയ്തവർക്കും, കാരണം പല എന്റെ അമ്മ അടക്കമുള്ള ഭാര്യമാരുടെ സിന്ദൂരം മാറ്റിയ ഈ ഒരു തീവ്രവാദം എന്നെ പോലെ പല മക്കളുടെ മുമ്പിൽ വെച്ച്, ആൺമക്കളായാലും പെൺമക്കളായാലും മക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛനെ കൊന്ന, അല്ലെങ്കിൽ സഹോദരിയുടെ മുമ്പിൽ വെച്ച് സഹോദരനെ കൊന്ന ഈ തീവ്രവാദത്തിന് ഇതിൽ പരം ഈ ഒരു ഓപ്പറേഷന് ഇത്രയും ഇതിനേക്കാൾ ആപ്റ്റ് ആയിട്ടുള്ള ഒരു നെയിം ഇല്ല എന്നാണ് എനിക്കും തോന്നുന്നത്. സോ ബിഗ് സല്യൂട്ട് ഫോർ ദാറ്റ് ഹു ഹാവ് ഡൺ ദിസ് ഓപ്പറേഷൻ ആൻഡ് big thank you to the government, the Prime Minister and the army people who have been working for it and behind it and working continuously forward. എല്ലാവരും ഉറപ്പെന്ന്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ്, എല്ലാവരും ആ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ആ പേര് സിന്ദൂർ എന്ന് കേട്ടപ്പോ അമ്മയും അത് തന്നെയാണ് പറഞ്ഞത്. ശരിയല്ലേ, നല്ലതെന്ന് ഉദ്ദേശിച്ചത് ഇതിലും നല്ലൊരു ഓപ്പറേഷൻ, ഇതിലും നല്ലൊരു ടാഗ് ലൈനോ ഒരു പേരോ ഇനി കൊടുക്കാനില്ലല്ലോ എന്നാണ് അമ്മ പറഞ്ഞത്. ആ കുട്ടിക്കും ഇതിലൊരു കംഫർട്ട് കാണട്ടെ. കാരണം നമ്മളടക്കമുള്ള എല്ലാ ഇന്ത്യക്കാർക്കും, ആർമിയിൽ അല്ലാത്തവർക്ക് നമുക്ക് ഇതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ആർമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുക, നമ്മുടെ പേട്രിയോട്ടിസം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ വാട്ട് എവർ ഇറ്റ് ഇസ് അതിനെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഹിമാൻഷിയും ആൻഡ് ഓൾ ദ വിക്ടിംസിനും ഇതൊരു കംഫർട്ട് കൊടുക്കട്ടെ, കുറച്ചെങ്കിലും റിലീഫ് കൊടുക്കട്ടെ, ഇതൊരു ക്ലോഷർ ആവട്ടെ ഫോർ ആൻഡ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ അവർക്കും. അവരെ ഞാൻ ഇപ്പൊ ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ രാവിലെ ഇപ്പോ ഇതിലായിരുന്നു. ഞാൻ കുറച്ച് കഴിയുമ്പോൾ അവരെ വിളിച്ചു നോക്കുക, മെസ്സേജ് അയക്കുക ചെയ്യുന്നുണ്ട്. അതെനിക്ക് അറിയില്ല. നമ്മളിപ്പോ നമ്മുടെ സുരക്ഷിക്കണം മീൻസ് സെക്യൂരിറ്റി തരുന്ന പോലെ അവിടെയും ശ്രീനഗറിൽ ക്യാപിറ്റലിൽ ഇഷ്ടം പോലെ 100 10 മീറ്റർ അടുപ്പിച്ച ആർമി വണ്ടികളുമായിരുന്നു ടൗണിലൊക്കെ എല്ലായിടത്തും.
അപ്പോ അവരും ഇന്ത്യക്കാരാണല്ലോ, അവരെയും ഇന്ത്യക്കാക്കും. അവരൊക്കെ അന്നേ ഉറച്ച ശബ്ദത്തിൽ വിവാഹത്തിനെതിരെ അതെ, പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. വരുമാനമാർഗം അടക്കം മുടങ്ങിയ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു പ്രതിഷേധത്തിനൊക്കെ ഉള്ള തിരിച്ചടിയായിട്ടാണ്. അതെ, അവരെ നമ്മൾ വേറെ ആയിട്ട് കാണണ്ടല്ലോ. അവരും നമ്മൾ തന്നെയാണ്, നമ്മളിൽ ഒരാളാണ്. അപ്പൊ അവരും നമ്മളെ പോലെ അഭിമാനിക്കുന്നുണ്ടാവും. അവർക്കും ജീവിതമാർഗമാണ് ടൂറിസം. അത് ഇനിയും വളരട്ടെ. ഇന്ത്യ സേഫ് ആയിട്ടിരിക്കട്ടെ.